ഈ ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് തിയറിയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡെഫിനിഷൻസ് എല്ലാം ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇസ് എ സെറ്റ്, എ നോൺ എംപ്റ്റി സെറ്റ് ജി ടുഗദർ വിത്ത് an operation star and which satisfies the following four conditions. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ G is closed under the operation star. Second one endana or we say that star is a binary operation. Star is a binary operation on G. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ജിയിലുള്ള ഏത് മൂന്ന് എലമെൻറ്റ് എ ബി സി എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ജിയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഏത് മൂന്ന് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ എനി എ ഇൻ ജി if there exists an element E in G such that A star E equal to E star A ആവുകയാണെങ്കിൽ ആ എലമെൻറ്റ് ഈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ ഫോർ എനി എ ഇൻ ജി there exists an A inverse in G such that A star A inverse is equal to E is equal to A inverse star A. ജിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് എന്താണ് നമ്മൾക്ക് ഒരു എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം വിത്ത് ദിസ് കണ്ടീഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. ആ എലമെൻറ്റിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ഏതൊരു എലമെൻറ്റിനും അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫോർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എ നോൺ എംപ്റ്റി സെറ്റ് ടുഗദർ വിത്ത് എൻ ഓപ്പറേഷൻ ഈസ് കോൾഡ് ആസ് ഗ്രൂപ്പ്. സോ ഇതിൽ തന്നെ ഓക്കെ എക്സാമ്പിളൊക്കെ നമ്മൾക്ക് അറിയുന്നത് തന്നെയാണ്. ഒന്ന് ജസ്റ്റ് നോക്കിക്കളയുക. ഞാൻ ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയാമല്ലോ. സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ജി സ്റ്റാർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ജിയുടെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ജി ഡാഷ് കൺസിഡർ ചെയ്താൽ ജി ഡാഷ് ടുഗദർ വിത്ത് ദ സെയിം ഓപ്പറേഷൻ ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരു ഗ്രൂപ്പാണെങ്കിൽ നമ്മളതിനെ സബ് ഗ്രൂപ്പ് എന്ന് പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ജി ഡാഷ് കൺസിഡർ ചെയ്യുക. ജി ഡാഷ് ടുഗദർ വിത്ത് ദ സെയിം ഓപ്പറേഷൻ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ സബ് ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, ട്രിവ്യലായിട്ട് വരുന്ന രണ്ട് സബ് ഗ്രൂപ്പ്സ് ആണ് ഏത്? ഇപ്പോൾ സിംഗിൾട്ടൺ ഇ എടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ്സെറ്റായിട്ട് സിംഗിൾട്ടൺ ഇ ഉണ്ടാവും. സിംഗിൾട്ടൺ ഇ ടുഗദർ വിത്ത് ദ സ്റ്റാർ ഈസ് എ സബ് ഗ്രൂപ്പ് and the whole set is a subset of itself. So G star is a subgroup of G star. ഇത് എപ്പോഴും പറയാൻ പറ്റുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഇപ്പം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആർ വിത്ത് അഡിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആറിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് റാഷണൽ നമ്പേഴ്സ് വിത്ത് അഡിഷൻ. ആൻഡ് ഇതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എന്തായിട്ട് വരുന്നത്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് വിത്ത് അഡിഷൻ. അപ്പോൾ ഇത് ഓരോന്നും ഗ്രൂപ്പിനും എക്സാമ്പിളാണ്. ആൻഡ് ആർ പ്ലസിൻ്റെ സബ് ഗ്രൂപ്പ്സ് ആണ് ക്യൂ പ്ലസും സെഡ് പ്ലസും. ക്യൂ പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് സെഡ് പ്ലസും. അപ്പോൾ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇതാണ് മീൻ ചെയ്യുന്നത്. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ജി സ്റ്റാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു നോൺ എംപ്റ്റി സെറ്റ് ജി ഡാഷ് കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് if and only if for any a b in G dash
എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ ജി ഡാഷ് ആണെങ്കിൽ ഫോർ എനി എ ബി ഇൻ ജി ഡാഷ് എ ബി ഇൻവേഴ്സ് ഇസ് ഓൾസോ ബിലോങ്സ് ടു എ ബി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എ സ്റ്റാർ ബി ഇൻവേഴ്സ് ഇസ് ഓൾസോ ബിലോങ്സ് ടു ജി ഡാഷ് ആണെങ്കിൽ നമ്മൾക്ക് ജി ഡാഷ് സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. ജി ഡാഷ് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ഓക്കെ, ദിസ് ഇസ് എൻ ഇക്വലൻറ്റ് റിസൾട്ട് ടു ചെക്ക് ദ സബ് ഗ്രൂപ്പ് പ്രോപ്പർട്ടി ഓഫ് എ സബ്സെറ്റ്. അപ്പോൾ ജിയുടെ ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആവാനുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ജി ഡാഷിലുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും എ ബി ഇൻവേഴ്സ് ഓൾസോ ബിലോങ്സ് ടു ജി ഡാഷ് ആയിരിക്കണം. ആൻഡ് ഇനി അടുത്തത് സബ് ഗ്രൂപ്പ് പറഞ്ഞു. സബ് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബീലിയൻ ഗ്രൂപ്പ് പറഞ്ഞില്ല. ഓക്കെ, എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? എപ്പോഴാണ് നമ്മളൊരു ഗ്രൂപ്പിനെ അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ജി സ്റ്റാർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ജി സ്റ്റാറിനെ അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറയണമെങ്കിൽ ഫോർ എനി എ ബി ഇൻ ജി എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എലമെൻസിനും ഈ ഒരു കണ്ടീഷൻ, ജിയിലുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജി സ്റ്റാറിനെ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. നെക്സ്റ്റ് ലഗ്രാഞ്ചേസ് തിയറാണ്. ലഗ്രാഞ്ചേസ് തിയർ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫസ്റ്റ് അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ കാർഡിനാലിറ്റി എന്താണോ അതാണ് ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ വരുന്നത്. ഇപ്പോൾ ഇസഡ് എൻ എന്ന് പറയുമ്പോൾ ഇസഡ് എന്നിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n-1 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. സോ കാർഡിനാലിറ്റി ഓഫ് ഇസഡ് എൻ ഇസ് ഈക്വൽ ടു n. ആൻഡ് കാർഡിനാലിറ്റി ഓഫ് നാച്ചുറൽ നമ്പർ സിസ്റ്റം ഒക്കെ എന്താണ്? ലെഫ്റ്റ് നോട്ടാണ്. റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അൺകൗണ്ടബിൾ ആണ്. അങ്ങനെ വരുന്നുണ്ട്. ഇനി ലഗ്രാഞ്ചേസ് തിയർ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സിൻ്റെ ഓർഡർ എപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സിൻ്റെ ഓർഡർ എപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. തിരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല. എന്താണ്? ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതൊരു ഡിവൈസർ ഡി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് കാർഡിനാലിറ്റി ഓഫ് ജി ഇസ് ഈക്വൽ ടു എൻ ആണെന്നും കാർഡിനാലിറ്റി ഓഫ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി ആണെന്നും കരുതാം. ഇപ്പോൾ നമ്മളുടെ ലഗ്രാഞ്ചേസ് തിയറം പ്രകാരം ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയാം. ഇനി തിരിച്ച് കാർഡിനാലിറ്റി ഓഫ് ജി ഇസ് ഈക്വൽ ടു എൻ ആണെന്ന് കരുതാം. ഇനി ഡി ഡാഷ് എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് ആൻഡ് വിച്ച് നമ്പർ ഡിവൈഡ്സ് എൻ ആണെങ്കിൽ, സപ്പോസ് ഡി ഡാഷ് ഡിവൈഡ്സ് എൻ എന്ന് കരുതി ഡി ഡാഷ് ഓർഡർ ഉള്ളൊരു സബ് ഗ്രൂപ്പ് ജിക്ക് ഉണ്ടാകണമെന്നില്ല. ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന ഏതൊരു നമ്പർ ഡി ഡാഷ് എടുത്താലും ആ ഓർഡറുള്ള സബ് ഗ്രൂപ്പ് എന്തായാലും ജിക്ക് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ ലഗ്രാഞ്ചേസ് തിയറം പ്രകാരം നമ്മൾക്ക് ഗ്രൂപ്പിൻ്റെ ഓർഡറിന് എന്തായാലും സബ് ഗ്രൂപ്പ്സിൻ്റെ ഓർഡർ ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജിയിലുള്ളൊരു എലമെൻറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് എ പവർ എൻ എസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുന്നു എന്ന് കരുതുക. ഇങ്ങനെ എ പവർ എൻ എസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെയാണ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Z2-ൽ 1 കൺസിഡർ ചെയ്ത സമയത്ത് 1 അഡിഷൻ മോഡുലോ 2 1 എടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. Z2-ലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ZN-ൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ Z2-ലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? 0 ആണ്. Z2-ൽ നിന്ന് ഞാൻ 1 എടുത്തു. 1 അഡിഷൻ മോഡുലോ 2 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആൻഡ് 1 പവർ 1 is equal to 1. സോറി, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ZN-ലുള്ളത് പറഞ്ഞു. Z2 കൺസിഡർ ചെയ്യാം. Z2-ൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ അഡിഷൻ മോഡുലോ 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇനി Z2-ൽ നിന്ന് ഞാൻ 1 കൺസിഡർ ചെയ്തു. 1 പവർ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 പവർ 2 അതെന്താണ്? 1 അഡിഷൻ മോഡുലോ 2 1 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്.
അപ്പോൾ 1 പവർ n ഇസ് ഈക്വൽ ടു 0 വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 1ൻ്റെ ഓർഡർ എന്തായി? 2 ആയി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഒരു എലമെൻറ്റ് എ കൺസിഡർ ചെയ്താൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? എ പവർ എൻ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെയാണ് നമ്മൾ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആ എലമെൻറ്റിൻ്റെ ഓർഡർ എന്താണോ അത് തന്നെയായിരിക്കും ആ എലമെൻറ്റ് ജനറേറ്റ്. ഓക്കെ, അത് നമ്മൾ വഴിയെ പ്രൂവ് ചെയ്യുന്നതാണ്. എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് എന്നതും ആൻഡ് സൈക്ലിക് ഗ്രൂപ്പ്സിൻ്റെ സം റിസൾട്ട്സാണ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജി ടുഗദർ വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് ആ ഗ്രൂപ്പ് ജിനെ അതിൽ തന്നെയുള്ള ഒരു എലമെൻറ്റിൻ്റെ പവേഴ്സിൻ്റെ സെറ്റായിട്ട് എഴുതാൻ പറ്റണം. അതായത് ജി ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ വേർ എൻ ബിലോങ്സ് ടു ഇസെഡ് ആയിരിക്കണം. ഇങ്ങനെ ജി ഇസ് ഈക്വൽ ടു ഈ ഒരു സെറ്റിന് ഈക്വലായിട്ട് വരികയാണെങ്കിൽ ജീനെ സൈക്ലിക് ഗ്രൂപ്പ് എന്നും അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദ എലമെൻറ്റ് എ എന്നോ പറയും. ആൻഡ് ദിസ് എലമെൻറ്റ് ഈസ് കോൾഡ് ആസ് ദ ജനറേറ്റർ ഓഫ് ദിസ് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിലാണ് നമ്മൾ ജീനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യും. അതായത് ജി ഇസ് ഈക്വൽ ടു ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. ആൻഡ് ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ദ സെറ്റ് ഓഫ് ഓൾ എ പവർ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസെഡ്. ഇനി ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈക്ലിക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ എ പവർ എൻ വേറെ എൻ ബിലോങ്സ് ടു ഇസെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സെട്ര എ റേസ് ടു -2 എ റേസ് ടു -1 എ റേസ് ടു 0. എ റേസ് ടു 0 എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി എന്ന് വരും. എ പവർ 1 എ പവർ 2 എക്സെട്ര എന്ന് വരും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ ഫോർ വിച്ച് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരിക. അങ്ങനെ വരുന്ന ആ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെയാണ് ആ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു നൊട്ടേഷൻ വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എൻ എന്ന് വരും. അപ്പോൾ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഇതാ ഈ ഒരു രീതിയിലാണ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് വരുമോ എന്നതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബിലോങ് ടു ജി. ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു, ജിയിലുള്ളൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ എഴുതിയിരിക്കുന്നത് മാത്രമാണ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു ജി ആവുമ്പോഴാണ് നമ്മൾ ജീനെ സൈക്ലിക് ഗ്രൂപ്പ് എന്നും ജി ഇസ് ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നും പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ ഹാസ് ഇൻഫൈനൈറ്റ് ഓർഡർ. ഇപ്പോൾ ഒരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം, അല്ലേ? ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ആവാം. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എയുടെ ഡിഫറെൻറ്റ് പവേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആവാനുള്ള ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഐ ഈക്വൽ ടു ജെ ആവുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോൾ എ പവർ ഐ എന്തിന് ഈക്വൽ ആവില്ല? എ റേസ് ടു ജെക്ക് ഈക്വൽ ആവില്ല. ഐ ഈക്വൽ ടു ജെ ആവുമ്പോൾ മാത്രമേ എ പവർ ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആവുള്ളൂ.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം, ഇസഡിൽ നിന്ന് ഏതൊരു ഇൻറ്റിജർ n എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഏതൊരു പവർ an എടുത്താലും അത് എയുടെ വേറെ ഒരു പവേഴ്സിനും ഈക്വൽ ആയിട്ട് വരില്ല. വിച്ച് മീൻസ് ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഇസഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇസഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും ഡിഫറെൻറ്റ് പവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാമല്ലോ. എയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, എത്ര പവേഴ്സ് കൺസിഡർ ചെയ്യുന്നോ അത്രയും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്നുപോലും ഈക്വലായിട്ട് വരുന്നില്ല. അപ്പോൾ എത്ര പവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, ഇസഡിൽ എത്ര ഇൻറ്റിജേഴ്സ് വരുന്നോ അത്രയും ഡിഫറെൻറ്റ് പവേഴ്സ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇസഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും ഡിഫറെൻറ്റ് പവേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിൽ വരും. ഓക്കെ, അപ്പോൾ ഇഫ് എ ഹാസ് ഇൻഫൈനൈറ്റ് ഓർഡർ then a raised to I is equal to a raised to j if and only if I equal to j. And what happens if the order of a is finite? If a has finite order, say n, let n be the order of a, then the group generated by a എന്ന് പറയുന്നത് എന്തായിരിക്കും, e a square etc a raised to n minus 1 ആയിരിക്കും. And a power I is equal to a raised to j if and only if n divides I minus j. ഫൈനൈറ്റ് ഓർഡർ വരുമ്പോൾ നമ്മൾ കെയുടെ ഡിഫറെൻറ്റ് പവേഴ്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, വിച്ച് ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഓർഡർ ഓഫ് ദ എലമെൻറ്റ് ഡിവൈഡ്സ് ഐ മൈനസ് ജെ. അപ്പോൾ വെനെവർ n ഡിവൈഡ്സ് ഐ മൈനസ് ജെ എ പവർ ഐ ഇസ് ഈക്വൽ ടു എ പവർ ജെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എന്നിട്ട് ഈ ഒരു തിയറിയിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ ഈ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഈ എലമെൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജെ ഇസ് ഈക്വൽ ടു 0യും ഐ ഇസ് ഈക്വൽ ടു എന്നും കൺസിഡർ ചെയ്തു. നമ്മൾക്ക് എ റേസ് ടു 0 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണെന്നറിയാം. ഇനി എ റേസ് ടു എന്നിനെ n കൺസിഡർ ചെയ്യാം. ഓക്കെ, n മൈനസ് 0 എന്താണ്, n ആണ്. അപ്പോൾ n മൈനസ് 0നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ n ഐ മൈനസ് ജെനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ റേസ് ടു ഐയും എ റേസ് ടു ജെയും ഈക്വൽ ആണെന്നുള്ളത്. സോ n മൈനസ് 0നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എ റേസ് ടു എന്നും എ റേസ് ടു 0യും ഈക്വൽ ആണ്. അതായത് എ റേസ് ടു n എന്തിന് ഈക്വൽ ആണ്, ഐഡൻറ്റിറ്റിക്ക് ഈക്വൽ ആണ്. സോ ഞാൻ ഈ ഒരു ഗ്രൂപ്പ് എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എ റേസ് ടു 0 എഴുതി. ഓക്കെ, എ റേസ് ടു 1 എഴുതി, എ റേസ് ടു 2 എഴുതി എക്സെട്ര. ഞാൻ എ റേസ് ടു n മൈനസ് 1 വരെ എഴുതിയെന്ന് കരുതുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എ റേസ് ടു n കൺസിഡർ ചെയ്തു. അപ്പോൾ എ റേസ് ടു n എന്തിന് ഈക്വൽ ആവുന്നു, എ റേസ് ടു 0ക്ക് ഈക്വൽ ആണ്. സോ അതിന് ഈ സെറ്റിൽ എഴുതണ്ട. എ റേസ് ടു n പ്ലസ് 1 എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ n പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു n ആണ്. സോ n ഡിവൈഡ്സ് n പ്ലസ് 1 മൈനസ് 1 ആയതുകൊണ്ട് എ റേസ് ടു n പ്ലസ് 1ഉം എ റേസ് ടു 1ഉം ഈക്വൽ ആണ്. സോ n പ്ലസ് 1ഉം എഴുതണ്ട. അതുപോലെ നമ്മൾ എന്നിന് മേലെ ഏത് ഇൻറ്റിജർ എടുത്താലും ഇതുപോലെ നമ്മൾക്ക് എഴുതാൻ പറ്റും. സോ ഇനി വേറൊരു എലമെൻറ്റും വരില്ല. ഇനി നെഗറ്റീവ് പവേഴ്സ് വരുമോ എന്നതല്ലേ ഡൗട്ട്. ഇപ്പം ഞാൻ എ റേസ് ടു മൈനസ് 1 എടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ മൈനസ് 1 എടുത്തു. ഇനി എ റേസ് ടു മൈനസ് 1 എടുത്തു. n മൈനസ് 1 മൈനസ് മൈനസ് 1 കൺസിഡർ ചെയ്യാം. ഇത് ഞാൻ ഐ ആയിട്ട് എടുക്കുന്നു, ഇത് ജെ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ n മൈനസ് 1 മൈനസ് മൈനസ് 1 എടുക്കുമ്പോൾ n മൈനസ് 1 പ്ലസ് 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു n ആണ്. സോ n ഇവിടെ ഐ മൈനസ് ജെനെ ഡിവൈഡ് ചെയ്യുന്നു. സോ എ പവർ ഐയും എ പവർ ജെയും ഈക്വൽ ആവണം. അതായത് എ റേസ് ടു n മൈനസ് 1ഉം എ മൈനസ് 1ഉം ഈക്വൽ ആവണം. ഇതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് നെഗറ്റീവ് പവേഴ്സ് എടുക്കുമ്പോൾ ഇതേ സെറ്റിൽ തന്നെയുള്ള എലമെൻറ്റ്സിന് ഈക്വലായിട്ട് വരുന്നത് കാണാം. സോ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഇത്രയേ എലമെൻറ്റ്സേ ഉണ്ടാകത്തുള്ളൂ, n നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ആൻഡ് ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഐഡൻറ്റിറ്റി എ സ്ക്വയർ എക്സെട്ര എ പവർ n മൈനസ് 1. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഈ എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് for n divides I minus j
ഇഫ് n ഡിവൈഡ്സ് i മൈനസ് ജെ ദെൻ എ പവർ ഐയും എ പവർ ജെയും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതാണ് ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ. ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റും ഫൈനൈറ്റ് ആണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസഡ് കൺസിഡർ ചെയ്യാം. ഇസഡിൽ 1 കൺസിഡർ ചെയ്യാം. 1ൻ്റെ ഏതൊരു പോസിറ്റീവ് ഡിഗ്രി എടുത്താലും നമ്മൾക്ക് എന്ത് കിട്ടത്തില്ല? 0 കിട്ടത്തില്ല. ദർ ഈസ് നോ പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് 1 raised to n is equal to 0. സോ 1 ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് ഓർഡർ. ഇപ്പോൾ ഇൻഫൈനൈറ്റ് ഓർഡർ ഉള്ള ഒരു എലമെൻ്റാണ് 1. 1 ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? 1 ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് -2, -1, 0, 1, 2 എക്സെട്ര എന്ന് പറഞ്ഞു വരും. ഇത് എന്തിന് തന്നെ ഈക്വലാണ്? ഇസഡിന് തന്നെ ഈക്വലാണ് അല്ലേ? ഇനി ഞാൻ ZN കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ZNൽ 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ZNൽ ഞാൻ 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ് വരിക? ഗ്രൂപ്പിൽ ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് വരിക? 0 വരും. 1 + 1 അഡീഷൻ മോഡുലോ n എന്ന് പറയുമ്പോൾ 1 വന്നു. അങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ നമുക്ക് 1, 2 എക്സെട്ര n-1 വരെ കിട്ടും. അപ്പോൾ എന്താണ്? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ZN ആണ് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു ZN ആണ്. സോ ZN ഈസ് ഓൾവേസ് സൈക്ലിക്. ZNും Zഉം സൈക്ലിക് ആണ് അല്ലേ? അത് Zനെയും Znനെയാലും അതിൻ്റെ അകത്തുള്ള 1 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ അബീലിയൻ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേ സൈക്ലിക് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ അത് അബീലിയൻ ആയിരിക്കുമോ? സപ്പോസ് G star is cyclic. Then which implies that G star is abelian. Every cyclic group is abelian. പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ G സൈക്ലിക് ആണെങ്കിൽ G എങ്ങനെ എഴുതാം നമുക്ക്? G is equal to a power n such that a belongs to n belongs to Z for some a in G എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഈ ജിയിൽ നിന്ന് 2 എലമെൻറ്റ്സ് BC ചൂസ് ചെയ്തു. അപ്പോൾ B എന്ന് പറയുന്ന ഏത് ഫോമിലായിരിക്കും? a power i ആൻഡ് C is equal to a power j. ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ B star C എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു a power i star a power j ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു a star എക്സെട്ര സ്റ്റാർ a. എത്ര ടൈമാണ്? I times star a star etc star a j times, and this is equal to in total എത്ര ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? a raised to I plus j times. ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ്? C star B എന്ന് പറയുന്നത് എന്താണ്? a raised to j star a raised to I വരും. And this is equal to a raised to j plus I, and j plus I equal to I plus j ആണ്. So this is equal to B star C ആണ്. അപ്പോൾ ഈ ജിയിൽ നിന്ന് ഏത് 2 എലമെൻ്റ് എടുത്താലും C star B is equal to B star C ആണ്. So G is abelian. Hence every cyclic group is abelian. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് എല്ലാ അബീലിയൻ ഗ്രൂപ്പും സൈക്ലിക് ആവുമോ? എല്ലാ അബീലിയൻ ഗ്രൂപ്പ്സും സൈക്ലിക് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 6 കൺസിഡർ ചെയ്യുക. റിയൽ നമ്പർ സിസ്റ്റം ടുഗദർ വിത്ത് ഓപ്പറേഷൻ അഡിഷൻ. അപ്പോൾ 6 സൈക്ലിക് ആണെങ്കിൽ 6 ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റണം? a raised to n such that n belongs to Z എന്ന് എഴുതാൻ സാധിക്കണം അല്ലേ? അതായത് ഇതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? എക്സെട്ര a raised to -2, a raised to -1, ഐഡൻറ്റിറ്റി ആയ 0, a power 1, a power 2 എക്സെട്ര ഇങ്ങനെ പോകും. ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണ് വരുന്നത്? അറ്റ്മോസ്റ്റ് സെഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എലമെൻറ്റ്സ് ആണ് അറ്റ്മോസ്റ്റ് വരിക അല്ലേ? അപ്പോൾ കൗണ്ടബിൾ ആണ്. ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ സെറ്റ് എപ്പോഴും കൗണ്ടബിൾ ആണ് അല്ലേ? പക്ഷെ 6 എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുമോ? ഇല്ല.
അപ്പോൾ R എന്തല്ല, ഒരിക്കലും സൈക്ലിക് അല്ല. പക്ഷെ R എന്താണ്, അബീലിയൻ ആണ്. സോ R ടുഗദർ വിത്ത് ദ ഓപ്പറേഷൻ അഡിഷൻ ഈസ് abelian but which is not cyclic. Hence this is a counter example. So every cyclic group is abelian, പക്ഷേ എല്ലാ abelian ഗ്രൂപ്പ്സും സൈക്ലിക് ആവണമെന്നില്ല. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആക്ച്വലി the least positive integer n such that a raised to n is equal to identity. And what is meant by this notation? ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, a ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ a raised to n such that n belongs to z ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രത്തോളം, അതാണ് ആ ഒരു നൊട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. കാർഡിനാലിറ്റി ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എ. ഇനി നോക്കുക, നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിരിക്കുന്നത് പ്രകാരം എ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, എയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഈ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലും അത്രത്തോളം തന്നെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. സോ എയുടെ ഓർഡറും ആ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറും സെയിം ആണ്. ഇനി എയുടെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ, സം n ആണെങ്കിൽ, നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു തിയറത്തിൽ നിന്ന് നമ്മൾക്ക് എന്തറിയാം, എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ എത്രത്തോളം എലമെൻറ്റ്സ് തന്നെയാണ് ഉണ്ടാവുന്നത്, ഏതാണോ ഓർഡർ വരുന്നത് അത്ര എലമെൻറ്റ്സാണ് വരുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഇതാ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയല്ലേ വരുന്നത്. സോ നമ്മൾക്ക് എന്താണ് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്, എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എന്താണോ അത് തന്നെയാണ് വരുന്നത്. സോ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും. നെക്സ്റ്റ്, let G be a group and let A be an element of order n in G, and if A raised to k is equal to E, then n divides k. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്രൂപ്പ് G കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഒരു എലമെൻറ്റ് എ ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോർ ദിസ് എലമെൻറ്റ് ആ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ n ആണെന്ന് സപ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് എ റേസ് ടു കെ ഇസ് ഈക്വൽ ടു ഇ, എന്താ പറഞ്ഞിരിക്കുന്നത്, എക്ക് കേത്ത് പവർ എടുത്തപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ കെ ഡിവൈഡ് ചെയ്യുമെന്നാണ് റിസൾട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ നിന്നറിയാം n ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ ഫൈനൈറ്റ് ഓർഡർ ആണല്ലോ. എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഡിവൈഡ്സ് ഐ മൈനസ് ജെ എന്ന് ആ റിസൾട്ടിൽ നിന്ന് അറിയാം. അപ്പം നമ്മൾക്കിവിടെ എ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിറ്റിയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ജെ ഇസ് ഈക്വൽ ടു 0 എന്നും കെ ഇസ് ഈക്വൽ ടു ഐ എന്നും എടുത്തു. ഓക്കെ, അപ്പം എന്ത് കിട്ടും, എ റേസ് ടു കെ ഇസ് ഈക്വൽ ടു എ റേസ് ടു 0 ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് പ്രകാരം n എന്തിനെ ഡിവൈഡ് ചെയ്യണം, കെ മൈനസ് 0നെ ഡിവൈഡ് ചെയ്യണം, അതായത് n ഡിവൈഡ്സ് കെ. സോ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് കേത്ത് പവർ എടുക്കുമ്പോൾ, ആ ഒരു എലമെൻറ്റിൻ്റെ കേത്ത് പവർ എടുക്കുമ്പോൾ നമ്മൾക്ക് ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ അതായത് n ആ പവറിനെ ഡിവൈഡ് ചെയ്യണം, n കെനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട് നോക്കാമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാ ഗ്രൂപ്പ്സും അബീലിയൻ ആവണമെന്നില്ല. അബീലിയൻ ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു, ഇഫ് എ ആൻഡ് ബി ബിലോങ് ടു എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എ ബി ഈക്വൽ ടു ബി എ. എന്താ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് വിത്ത് ദ കണ്ടീഷൻ എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ ആ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ പെയർ ഓഫ് എലമെൻറ്റ് എയും ബിയും എടുത്തു.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ പ്രൊഡക്ട്സ് കൺസിഡർ ചെയ്യുക, അതായത് എ ബി. ഇപ്പോൾ എ ബിയുടെ ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യും? ഓർഡർ ഓഫ് എ ഇൻറ്റു ഓർഡർ ഓഫ് ബീനെ ഡിവൈഡ് ചെയ്യും. എപ്പോഴും നമ്മൾക്കിത് പോസിബിൾ ആവണമെന്നില്ല, പക്ഷേ ആ ഒരു കണ്ടീഷൻ എന്താണ്? എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ ഓർഡർ ഓഫ് ദ എലമെൻറ്റ് എ ബി divides the product of the order of the elements A and B. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എപ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നില്ല. ആ എലമെൻറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അപ്പോൾ ആ രണ്ട് എലമെൻറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ദ ഓർഡർ ഓഫ് ദ പ്രൊഡക്റ്റ് എ ബി ഡിവൈഡ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓർഡേഴ്സ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ലെറ്റ് എ ബി an element of order n in a group and let k be a positive integer, then the group generated by a power k is equal to the group generated by a power gcd of nk, and the order of a raised to k, a power k is equal to n by gcd of nk. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇസഡ് എൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ Z6 കൺസിഡർ ചെയ്യാം. Z6 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏതെല്ലാം എലമെൻറ്റ്സ് വരുന്നുണ്ട്? 1 0 1 2 3 4 5 ആണല്ലോ. ഇതിൽ നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ് Z6 is equal to the group generated by 1. 1 ഒരു ജനറേറ്ററാണ്. ഇനി അടുത്തത് ഞാൻ 2 കൺസിഡർ ചെയ്തു. 2 പവർ 1 2 ആണ്. 2 പവർ 2 എന്ന് പറയുമ്പോൾ 2 അഡീഷൻ മോഡുലോ 6 2 വരും, 4 ആണ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 അഡീഷൻ മോഡുലോ 6 2 അഡീഷൻ മോഡുലോ 6 2 വരും. അപ്പോൾ എന്താണ്? 6 ആണ്, അതായത് 0. അപ്പോൾ ഇവിടെ എന്താണ്? 2വിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? 3 ആണ് വരുന്നത്. ആൻഡ് 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ് വരുന്നത്? 0ഉം 2ഉം 4ഉം. ഇനി ഇതുപോലെ 3 നമ്മൾക്ക് എടുക്കുമ്പോൾ Z6 3 എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ വരുന്നത് നോക്കാം. 3 പവർ 1 3 ആണ്. 3 പവർ 2 എന്ന് പറയുമ്പോൾ 3 അഡീഷൻ മോഡുലോ 6 3 വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ? 3 + 3 6 6 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ 3 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? 0ഉം 3ഉം മാത്രം. ഇനി ഞാനിതുപോലെ 4 എടുക്കുമ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ 4 പവർ 1 4 ആണ്. 4 പവർ 2 എന്ന് പറയുന്നത് 4 + 4 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. അപ്പോൾ 4 + 4 8 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ 2 റിമൈൻഡർ കിട്ടും. അപ്പോൾ 2 4 ക്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്? 4 + 4 അഡീഷൻ മോഡുലോ 6 4 അഡീഷൻ മോഡുലോ 6 4 വരും. ആൻഡ് ഇതെന്താണ്? 2 ആണ്. 2 അഡീഷൻ മോഡുലോ 6 4 എന്ന് പറയുമ്പോൾ എന്താണ്? 2 + 4 6. അപ്പോൾ 0 വന്നു അല്ലേ? അപ്പോൾ 0 കിട്ടി. എന്നപ്പോൾ ഈ 4 ജനറേറ്റ് ചെയ്യുന്ന ഏതൊക്കെ വരിക? 0ഉം 2ഉം 4ഉം. ഇനി 5 എടുത്തു നോക്കി. ഇതുപോലെ 5 എടുക്കുമ്പോൾ 5 പവർ 1 5 ആണ്. 5 പവർ 2 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരും. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് 5 അഡീഷൻ മോഡുലോ 6 5 അഡീഷൻ മോഡുലോ 6 5 വരും. 5 + 5 10 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 റിമൈൻഡർ വരും. ആൻഡ് 4 + 5 9 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വന്നു. 5⁴ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്? ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ 3
പ്ലസ് 5 8 അഡീഷൻ മോഡുലോ 6 റിമൈൻഡർ വരുമ്പോൾ 2 വരും അല്ലേ. 5 raised to 5 എടുക്കുമ്പോൾ എന്താണ് 5 plus 2 7 7 അഡീഷൻ മോഡുലോ 6 1 വന്നു. ഇനി അടുത്ത് 5 raised to 6 എടുക്കുമ്പോൾ എന്താണ് 1 plus 5 6 അഡീഷൻ മോഡുലോ 6 1 അഡീഷൻ മോഡുലോ 6 5 അങ്ങനെ വരും. അപ്പോൾ 6 വരും. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0. അപ്പോൾ 0 വന്നു. അപ്പോൾ 5 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. 5 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 3 2 1 0. ഇത് തന്നെയല്ലേ Z6 വരുന്നത് അല്ലേ. അപ്പോൾ 1ഉം 5ഉം Z6ൻ്റെ ജനറേറ്റേഴ്സാണ്. ആൻഡ് 2ഉം 4ഉം സെയിം ഗ്രൂപ്പിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് 0 2 4. 3 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് 0 3 ആണ്. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് ഒരേ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ആക്ച്വലി പറയുകയാണെങ്കിൽ 1 എടുത്തു കഴിഞ്ഞാൽ 1 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 ഇതിൽ നിന്ന് ഞാനൊരു എലമെൻറ്റ് 2 എടുത്തു. ഇപ്പോൾ 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്, 2ൻ്റെ ഓർഡർ എന്താണ് എന്നത് നമുക്കൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന തിയറം പ്രകാരമുള്ള ഈ തിയറം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 2 എന്ന് പറയുന്നത് ആക്ച്വലി 1 അഡീഷൻ മോഡുലോ 2 6 1 ആണ്, അതായത് 1 പവർ 2 ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 1 പവർ 2 അതായത് 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് 1 പവർ GCD ഓഫ് 1ൻ്റെ ഓർഡർ എന്താണ് 6. 6 2ന് ഈക്വലാണ്. GCD ഓഫ് 6 2 എന്താണ് 2 തന്നെയാണ്. അപ്പോൾ 1 പവർ 2ന് ഈക്വലാണ്, അതായത് 2 തന്നെ. അപ്പോൾ അതിലൊന്നും ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇനി 2 എടുക്കുന്നതിന് ഡിഫറൻസ് ഇല്ല അല്ലേ. അപ്പം ഞാൻ 4 എടുത്ത് നോക്കാം. 4 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം നമ്മൾക്ക്. ഞാൻ 4 എടുത്തു. ഓക്കെ, 4 എടുത്തു കഴിഞ്ഞാൽ 1 raised to 4 ആണ് 4ന് ഈക്വലായിട്ട് വരുന്നത് അല്ലേ. അതായത് 1 അഡീഷൻ മോഡുലോ 6 1 അഡീഷൻ മോഡുലോ 6 1 അഡീഷൻ മോഡുലോ 6 1 വരും. അപ്പോൾ 1 raised to 4 അതായത് 4 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ തിയറം പ്രകാരമാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 പവർ GCD ഓഫ് 6 2 വരും. കാരണം എന്താ 1ൻ്റെ ഓർഡർ 6 ആണ്. 6 2 അല്ല 4 വരും. അപ്പോൾ GCD ഓഫ് 6 4 എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 2 ആണല്ലേ. അപ്പോൾ ഇതെന്തിന് ഈക്വലാണ് 1 പവർ 2ന് ഈക്വലാണ്. 1 പവർ 2 എന്തിന് ഈക്വലാണ് 2ന് ഈക്വലാണ്. അപ്പോൾ എന്താണ് 4 ജനറേറ്റ് ചെയ്യുന്നതും 2 ജനറേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പ് സെയിം ആണ്. ഓക്കെ, ആൻഡ് ഇത് പ്രകാരം 4ൻ്റെ അതായത് 1 raised to 4ൻ്റെ ഓർഡർ അല്ലെങ്കിൽ 1 raised to 4ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന തിയറം പ്രകാരമാണെങ്കിൽ 6 by GCD ഓഫ് 6 4 അതായത് 2 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഓർഡർ ഓഫ് 4 എന്താണ് 3 ആണ്. 4 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും 3 ഉണ്ടാവും. 4 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും സെയിം ആണ്. ഇതാണ് ഈ ഒരു തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 5ൻ്റെത് വെച്ച് നോക്കാം വേണമെങ്കിൽ. 5 കൺസിഡർ ചെയ്തു. ഓക്കെ, 5 ഫ്രം Z6ൽ നിന്ന് കൺസിഡർ ചെയ്തു. 5 എന്ന് പറയുന്നത് 1 raised to 5 ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 5 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് 1 പവർ GCD ഓഫ് അതായത് 1 raised to 5 ആണ് 5. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 പവർ GCD ഓഫ് എന്ത് വരും 1ൻ്റെ ഓർഡർ എന്താ 6. അപ്പോൾ 6 5 എന്ന് വരും. GCD ഓഫ് 6 5 എന്താണ് 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പവർ 1 അതായത് 1 തന്നെ. അപ്പോൾ 5 ജനറേറ്റ് ചെയ്യുന്നതും 1 ജനറേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പ് സെയിം ആണ്. ഇപ്പോൾ 5ൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഓർഡർ ഓഫ് 5 ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ അതായത് n ഇവിടെ എന്താണ് 6 ഡിവൈഡഡ് ബൈ GCD ഓഫ് 6 5 എന്ന് വരും.
ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 6/1 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഈ ഒരു റിസൾട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് റിസൾട്ട്, ഇൻ എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ദ ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്ലിക് ഗ്രൂപ്പ് ഇപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സിൻ്റെ ഓർഡറെല്ലാം ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ദ ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ എന്താണ്, ആ ഗ്രൂപ്പിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻസിൻ്റെ ഓർഡർ എല്ലാം തന്നെ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. സപ്പോസ് ജി ഈസ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ജിയിൽ നിന്ന് ഞാൻ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ലെറ്റ് the order of A is equal to n, then the group generated by A power I is equal to the group generated by A power j if and only if GCD of ni is equal to GCD of nj. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ്സ്, ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്തു, ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു, ആ എലമെൻറ്റിൻ്റെ ഓർഡർ n ആണ്. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പവേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഈക്വൽ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്, GCD of niയും GCD of njയും ഈക്വൽ ആവാം. അപ്പോൾ ഇത് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ഈ രണ്ട് എലമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ എന്താണ്, GCD ഈക്വൽ. ആക്ച്വലി നമ്മളിവിടെ വൺ സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യത്തുള്ളൂ, വൺ സൈഡ് നമുക്ക് തിയറിയിലോട്ട് വേണ്ടുള്ളൂ. GCD of ni ഈക്വൽ ടു GCD of nj ആണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സും ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ആൻഡ് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, the order of ai is equal to the order of aj if and only if GCD of ni is equal to GCD of nj. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഒരു റിസൾട്ടാണ് സെക്കൻഡ് വണ്ണായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, GCD of ni equal to GCD of nj if and only if a raised to i is equal to the group generated by a raised to i is equal to the group generated by a raised to j. ആൻഡ് സെക്കൻഡ് വണ്ണിൽ എന്താണ്, the order of a raised to i is equal to the order of a raised to j if and only if GCD of ni is equal to GCD of nj. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റിസൾട്ടിലോട്ട് പോവാം. ലെറ്റ് cardinality of A is equal to n, then the group generated by A is equal to the group generated by a raised to j if and only if GCD of nj equal to 1. And the order of A is equal to the order of the group generated by a raised to j if and only if GCD of nj equal to 1. ഇതും തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ റേസ് ടു ജെയും ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സെയിം ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ GCD ഓഫ് niയും GCD ഓഫ് njയും ഈക്വൽ ആവണമെന്നായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ്, എ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എ റേസ് ടു ജെ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന് ഈക്വൽ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ഇപ്പോൾ എ എന്ന് പറയുന്നത് എ റേസ് ടു 1 അല്ലേ, അപ്പോൾ i ഈക്വൽ ടു 1 ചൂസ് ചെയ്യുകയാണെങ്കിൽ GCD ഓഫ് n1. GCD ഓഫ് n1 എന്താണ്, 1 ആണ്. അപ്പോൾ GCD ഓഫ് n1 GCD ഓഫ് njക്ക് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ഗ്രൂപ്പ്സ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഇവിടെ n1 GCD ഓഫ് n1 കൺസിഡർ ചെയ്തപ്പോൾ അതെന്താണ്, 1 ആണ്. സോ GCD ഓഫ് nj ഈ 1ന് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഈ രണ്ട് ഗ്രൂപ്പും സെയിം ആവത്തുള്ളൂ. സോ ആ റിസൾട്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യമാണ്
these two groups are equal if and only if GCD of Nj equal to 1 and the cardinality of A is equal to the order of A is equal to the order of the group generated by A raised to J if and only if GCD of Nj equal to 1. ഇത് തന്നെ നമ്മൾ Znൽ കൺസിഡർ ചെയ്യുമ്പോൾ Znൽ an integer k in Zn is a generator of Zn if and only if GCD of Nk equal to 1. എന്തുകൊണ്ടാണ് ഇൻറ്റിജർ k in Zn എന്ന് എടുത്തത്? അങ്ങനെയല്ല. when we consider an integer k in Zn, നമ്മൾക്ക് ആ k നെ എങ്ങനെ എഴുതാൻ പറ്റും? 1 പവർ k ആയിട്ട് എപ്പോഴും എഴുതാൻ പറ്റും. എന്നെ ഏതായാലും നമ്മൾക്ക് ആ k നെ 1 പവർ k ആയിട്ട് എഴുതാൻ പറ്റും ആണല്ലോ. now ഇനി ഈ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്തറിയാം? k എന്ന് പറയുന്നത് 1 പവർ k ആണ്. അപ്പോൾ 1 the group generated by 1 is equal to the group generated by 1 raised to k if and only if GCD of Nk is equal to 1 എന്ന് പറയാം. and ഇതെന്താണ്? this is the group generated by k. so the group generated by 1 is equal to the group generated by k if and only if GCD of Nk equal to 1. and ഈ 1 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? Zn ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ Zn ഈക്വൽ ആവാന്ന് വെച്ചാൽ കെ Znൻ്റെ ജനറേറ്റർ ആവാം. സോ കെ ഈസ് എ ജനറേറ്റർ ഓഫ് Zn ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് Nk ഈക്വൽ ടു 1. ഇത് ഈ ഡയറക്റ്റ് നമ്മൾക്ക് പറയാൻ പറ്റുന്ന റിസൾട്ടാണ് പ്രീവിയസ് റിസൾട്ടിൽ നിന്ന്. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു റിസൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, പ്രൂഫിലോട്ടൊന്നും പോകുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിയുടെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ആ സബ് ഗ്രൂപ്പ് എല്ലാം തന്നെ സൈക്ലിക് ആയിരിക്കും. ഓക്കെ. മോർ ഓവർ if the order of the group generated by A is equal to n, then the order of any subgroup of this group is a divisor of n. എന്താ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പം നമ്മൾക്ക് ഈ എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെങ്കിൽ, അതായത് ആ എലമെൻറ്റിൻ്റെ ഓർഡർ n ആണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് സൈക്ലിക് ആയിരിക്കുമെന്ന് തൊട്ട് മുന്നേത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് ജി ഡാഷ് എടുത്തു കഴിഞ്ഞാലും ജി ഡാഷിൻ്റെ ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യണം? എന്നിനെ ഡിവൈഡ് ചെയ്യണം. അതായത് ജി ഡാഷ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണ്. സോ ജി ഡാഷ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ and this is equal to n. therefore the order of the subgroup divides n. okay. so ഒരു എലമെൻറ്റ് എ ജനറേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആ ഗ്രൂപ്പിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്താലും ഓക്കെ ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യണം? ആ എലമെൻറ്റിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ ഓർഡർ ഓഫ് ദിസ് ഗ്രൂപ്പ് ഈസ് ഫൈനൈറ്റ്. പെർട്ടിക്കുലർ ഒരു ഫൈനൈറ്റ് നമ്പർ n ആണെങ്കിൽ മാത്രമേ നമ്മൾക്കിത് ഇത്രയും കാര്യങ്ങൾ പോസിബിൾ ആവുന്നുള്ളൂ. ആൻഡ് ഫോർ ഈച്ച് പോസിറ്റീവ് ഡിവൈസർ കെ ഓഫ് n, അപ്പോൾ നമ്മളിവിടെ n എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എന്നിൻ്റെ ഏതൊരു പോസിറ്റീവ് ഡിവൈസർ കെ കൺസിഡർ ചെയ്താലും ഈ ഒരു ഗ്രൂപ്പിന് എന്താണ്? ഹാസ് എക്സാക്ട്ലി 1 സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ കെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ എ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ ആൻഡ് ഇഫ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു n ആൻഡ് ഇഫ് കെ ഡിവൈഡ്സ് n, then
this group has exactly one subgroup of order k. k subgroup order വരുന്ന ഒരൊറ്റൊരു k order വരുന്നൊരു subgroup, exactly one subgroup ഈ ഒരു ഗ്രൂപ്പിന് ഉണ്ടായിരിക്കും. ആൻഡ് ആ സബ്ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ a പവർ n ബൈ k ആയിരിക്കും. a പവർ n ബൈ k. ഇതാണ് റിസൾട്ട്. എന്താണ്? ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെയും സബ് ഗ്രൂപ്പ് എപ്പോഴും സൈക്ലിക് ആയിരിക്കും. ഇനി എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്താലും ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും n-നെ ഡിവൈഡ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? n-നെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിവൈസർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസർ ഓർഡർ വരുന്ന എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ലഗ്രാഞ്ചിയസ് തിയറത്തിൽ നമ്മൾക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സിൻ്റെ ഓർഡർ എന്തായാലും ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇത് ജനറലായിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ പറഞ്ഞ റിസൾട്ടായിരുന്നു. തിരിച്ചെപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ എന്താണ്? ജീൻ്റെ ഓർഡർ n ആണെന്ന് എഴുതുക. n-നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ k കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ k ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ് എന്തായാലും ജിക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സൈക്ലിക് ഗ്രൂപ്പാണെങ്കിൽ, ജി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണെങ്കിൽ ജിയുടെ ഓർഡറിനെ സം പോസിറ്റീവ് ഡിവൈസർ k ഉണ്ടെങ്കിൽ, അത് പോസിറ്റീവ് നമ്പർ k ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k ഉണ്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ജിക്ക്. ആൻഡ് ആ ഒരു സബ് ഗ്രൂപ്പ് ഏതായിരിക്കും എന്ന് വെച്ചാൽ a⁻n/k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പായിരിക്കും. ഇനി നമ്മൾ ഇത് തന്നെ Zn-ലോട്ട് വരുമ്പോൾ Zn എന്താണ്? സൈക്ലിക് ഗ്രൂപ്പാണ് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ട് തന്നെ g = Zn എന്ന് ചൂസ് ചെയ്തിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ അവിടെ നമ്മൾക്ക് a = 1 എന്ന് വരും. ഇപ്പോൾ 1⁻k എന്ന് പറയുന്നത് ആ k എന്ന് പറയുന്ന നമ്പർ തന്നെയാണ് വരിക. ഓക്കെ, ആ ഒരു രീതിയിലാവുന്ന ആ ഒരു തീരത്തിനെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഫോർ ഈച്ച് പോസിറ്റീവ് ഡിവൈസർ k ഓഫ് n, the set generated by n/k is the unique subgroup of Zn of order k. അപ്പോൾ നമ്മൾക്ക് തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ നിന്ന് ഒരു കാര്യം അറിയാം. എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓർഡർ n ആണെങ്കിൽ k n-നെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ നമ്മൾ ആ പറഞ്ഞ റിസൾട്ട് പ്രകാരം ഈ ഒരു ഗ്രൂപ്പിന് എന്താണ്? എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k ഉണ്ടായിരിക്കും. ആൻഡ് ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് a⁻n/k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇവിടെ Zn ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ Zn = എന്താണ്? 1 ജനറേറ്റ് ചെയ്യുന്ന, 1 ഒന്നിൽ കൂടുതൽ ജനറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിവിടെ ഈ തീരത്തിന് വേണ്ടി 1-നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Zn 1 ജനറേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ a = 1 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ n-നെ ഡിവൈഡ് ചെയ്യുന്ന സം k ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് പ്രകാരമാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k ഉണ്ടായിരിക്കും. ആൻഡ് ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1⁻n/k ആയിരിക്കും. 1⁻n/k എന്ന് പറയുന്നത് എന്തായിരിക്കും? n/k ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ദ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ n/k. ഇപ്പോൾ ഡയറക്റ്റ് ആ റിസൾട്ടിൽ നിന്ന് ജസ്റ്റ് വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു റിസൾട്ട്. മോർ ഓവർ ദീസ് ആർ ദ ഓൺലി സബ് ഗ്രൂപ്പ് ഓഫ് Zn. എക്സാക്ട്ലി 1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഇത് മാത്രമേ സബ് ഗ്രൂപ്പ്സ് ആയിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ Zn-ൻ്റെ സബ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? n-നെ ഡിവൈഡ് ചെയ്യുന്ന കേസ് ചൂസ് ചെയ്യാം അല്ലേ? n-നെ ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് നമ്പേഴ്സ് ചൂസ് ചെയ്യാം. ആൻഡ് ഫോർ ദാറ്റ് പോസിറ്റീവ് ഡിവൈസേഴ്സിന് n/k, the group generated by n/k in Zn ആയിരിക്കും എന്ത്? സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ k. അപ്പോൾ ഇത് മാത്രമേ, ഇപ്പോൾ Zn എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നു, അതിൻ്റെ സബ് ഗ്രൂപ്പ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് മാത്രം ചെയ്താൽ മതി? n-നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതാണെന്ന് മാത്രം നോക്കിയിട്ട് ഈ ഒരു സബ് ഗ്രൂപ്പ്സ്, സൈക്ലിക് ഗ്രൂപ്പ്സ് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ മെയിൻ റിസൾട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
ഇപ്പോൾ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് k ഡിവൈഡ്സ് n ആണെങ്കിൽ ആ ഒരു സൈക്ലിക് ഗ്രൂപ്പിന് എക്സാക്ട്ലി 1 സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഓർഡർ k ഉണ്ടായിരിക്കും. അതിൻ്റെ ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a/n/k. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ റിസൾട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി 1 സബ് ഗ്രൂപ്പ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ n-നെ d ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സൈക്ലിക് ഗ്രൂപ്പ്സിൽ d ഓർഡറുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? അതിനുള്ളൊരു ആൻസറാണ് ഈ റിസൾട്ട്. ഇഫ് d is a positive divisor of n, then the number of elements of order d in a cyclic group of order n is phi of d. എന്താ പറഞ്ഞിരിക്കുന്നത്? phi of d നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു n ഓർഡർ ഉള്ളൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് കരുതുക. ഓക്കെ, ആൻഡ് d ഈസ് എ പോസിറ്റീവ് ഡിവൈസർ ഓഫ് n. അങ്ങനെയാണെങ്കിൽ ഈ സൈക്ലിക് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും d ഓർഡർ ഉള്ളത്? d ഓർഡറുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? phi ഓഫ് d നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് സൈക്ലിക് ഗ്രൂപ്പിൽ മാത്രമുള്ള റിസൾട്ടാണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? phi ഓഫ് d നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ d ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് the number of elements of order d is a multiple of phi of d. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൽ എന്താണ് phi ഓഫ് d നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ എന്തായിട്ടുണ്ടാവും? d ഓർഡറുള്ള എലമെൻറ്റ്സ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇൻ ജനറൽ നമ്മളൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തു, ഒരു ജനറൽ ഗ്രൂപ്പ് എടുത്തു, ഒരു ഫൈനൈറ്റ് ഓർഡർ വരുന്നൊരു ഗ്രൂപ്പ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെന്നാണ് മീനിങ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ d എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് phi ഓഫ് d ആയിരിക്കും. അവിടെ phi ഓഫ് d നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയല്ല, മൾട്ടിപ്പിൾ ഓഫ് phi ഓഫ് d ആയിരിക്കും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ d എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ phi ഓഫ് d നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എന്താണ്? d ഓർഡർ ഉള്ളത്. ഇഫ് d ഡിവൈഡ്സ് n. ഇൻ കേസ് ഓഫ് ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് എ മൾട്ടിപ്പിൾ ഓഫ് phi ഓഫ് d ആയിരിക്കും എന്ത്? ദ നമ്പർ ഓഫ് ഓർഡർ d എന്ന് പറയുന്നത്. എന്ന് കരുതി അതിൽ എന്തായാലും d ഓർഡറുള്ളൊരു എലമെൻ്റ് ഉണ്ട് എന്നല്ല. അപ്പോൾ 0 എടുത്തു കഴിഞ്ഞാലും 0 ഇൻറ്റു phi ഓഫ് d എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു കേസാണെങ്കിലും എ മൾട്ടിപ്പിൾ ഓഫ് phi ഓഫ് d എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ d എന്ന് പറയുന്നത് എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് phi ഓഫ് d ആയിരിക്കും. അത്രയേ ഉള്ളൂ ഈ ഒരു റിസൾട്ടിൽ. ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ടുകളെല്ലാം തന്നെ മൈൻഡിൽ എപ്പോഴും വേണ്ടതാണ്. നമ്മളിനി കുറേ റിസൾട്ടുകളിലും ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിളിലെല്ലാം ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് എന്താണ് ഹോമോമോർഫിസം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഹോമോമോർഫിസം, അപ്പോൾ രണ്ട് ഗ്രൂപ്പ്സ് ജിയും ജി ഡാഷും ചൂസ് ചെയ്തു. A map phi from G to G dash is called as homomorphism if phi of A B is equal to phi of A phi of B for any A B in G. എന്താ പറഞ്ഞിരിക്കുന്നത്? For any two elements A B in G, A B പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജിയിലുള്ള ഓപ്പറേഷൻ എന്താണോ അത് യൂസ് ചെയ്യണം. അപ്പോൾ phi ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആവുക? phi ഓഫ് എ ഇൻറ്റു phi ഓഫ് ബി. ഇവിടെ വരുന്ന ഓപ്പറേഷൻ എന്താണ്? ജി ഡാഷിലുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഫോർ എനി എ ബി ഇൻ ജി ഈ ഒരു ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐസോമോർഫിസം എന്താണെന്ന് വെച്ചാൽ എ 1:1 ഹോമോമോർഫിസത്തിനാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഹോമോമോർഫിസം കൺസിഡർ ചെയ്യുമ്പോൾ phi ഓഫ് ജിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി, ജിയുടെ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുകയാണ് എഴുതുക. ജിയുടെ ഐഡൻറ്റിറ്റി ഇയും ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി ഇ ഡാഷും ആണെങ്കിൽ phi ഓഫ് ഇ എന്തായാലും ഇ ഡാഷ് ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ജിയിൽ നിന്ന് ഞാൻ ഒരു എ ചൂസ് ചെയ്തു. അപ്പോൾ എ പവർ n കൺസിഡർ ചെയ്യാം. അപ്പോൾ phi ഓഫ് എ പവർ n എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? phi ഓഫ് എ
ഓൾ പവർ എന്നിന് ഈക്വൽ ആയിരിക്കും. ഇനി തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഓൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾക്ക് ട്രിവിയലായിട്ട് വരുന്നതാണ്. ഈ ഹോമോമോർഫിസത്തിൻ്റെ കൂടെ വരുന്ന പ്രോപ്പർട്ടീസാണ് ഈ എഴുതിയിരിക്കുന്നതൊക്കെ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇമേജ് ഓഫ് ഫൈ കൺസിഡർ ചെയ്യുക. ഇമേജ് ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ഡാഷ് ആണ്, ആൻഡ് ദിസ് വിൽ ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആയിരിക്കും. ഇമേജ് ഓഫ് ഫൈ എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് ഞാനിനി എന്ത് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് കേർണൽ കൺസിഡർ ചെയ്യുക. എന്താണ് ഈ കേർണൽ എന്ന് വെച്ചാൽ വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എ ഇൻ ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു ഇ ഡാഷ്. ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്ന എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻ, ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷനാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് ദ ഫസ്റ്റ് വണ് ഇമേജ് ഓഫ് ഫൈ എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കൊരു ഹോമോമോർഫിസത്തിൻ്റെ കൂടെ തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഐസോമോർഫിസം കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പം ജിയും ജി ഡാഷും ഐസോമോർഫിക് ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രം പറയുകയാണ്. അപ്പോൾ ജിയും ജി ഡാഷും ഐസോമോർഫിക് ആണെങ്കിൽ ജിയിലൊരു എലമെൻറ്റ് എൻ ഓർഡറുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ ജി ഡാഷിലും അതേ ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. ജിയുടെ ഓർഡർ, ജിയുടെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി ഡാഷ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. പിന്നെ എന്താണ്, ഐസോമോർഫിസ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് കേർണൽ ഓഫ് ഫൈയിൽ എന്തേ ഉണ്ടാവത്തുള്ളൂ? ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലേ? കാരണം എന്താണ് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഒരേ ഇമേജ് ഉണ്ടാകത്തില്ല, 1 ആയതുകൊണ്ട്. ഇനി ഇമേജ് ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് വിൽ ബി ജി ഡാഷ്. കാരണം എന്താ? ഫൈ ഓൺ ടു ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് ഐസോമോർഫിസം ആവുന്നേരം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഹോമോമോർഫിസം മാത്രം ആയാൽ മതി, അപ്പോൾ തന്നെ ആ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹോമോമോർഫിസത്തിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ 1 1 കൂടി ആവുമ്പോഴാണ് നമ്മളതിനെ ഐസോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇഫ് ദർ എക്സിസ്റ്റ് an isomorphism from G to G dash, then we say that these two are isomorphic. ഓക്കെ, അപ്പോൾ ഐസോമോർഫിക് എന്ന് വെച്ചാൽ രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഒരേ സ്ട്രക്ചർ ഒന്ന് തന്നെ. ഒരു സെറ്റിന് പകരം മറ്റൊന്നിനെ എടുത്ത് വെച്ചാൽ തന്നെ സെയിം സ്ട്രക്ചർ, സെയിം സെറ്റ്, സെയിം ഗ്രൂപ്പ്, എല്ലാം സെയിം, ഒരു പക്ക കോപ്പി പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഐസോമോർഫിസം കൊണ്ട് നമ്മൾ ആക്ച്വലി മീൻ ചെയ്യുന്നത്. അപ്പോൾ ഹോമോമോർഫിസം, ഐസോമോർഫിസം പറഞ്ഞു, സൈക്ലിക് ഗ്രൂപ്പ്സ് പറഞ്ഞു, ലഗ്രാഞ്ചിയസ് തിയറം പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന റിസൾട്ടുകളൊക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.